നമ്മുടെ ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ഇതേപോലൊരു റെസിപ്പി റെഡിയാക്കി എടുത്താല് നല്ലതുപോലെ പഴുത്ത 2 നേന്ത്രപ്പഴം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മിക്സി ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു മിക്സിലേക്ക് 2 നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വേറൊരു പാനിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 3-4 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ചൂടാകും തോറും ശർക്കര മെൽറ്റായി നല്ലതുപോലെ ഒന്ന് ലൂസായി വരും. അത് കംപ്ലീറ്റ് ആയിട്ട് വച്ച് ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്ത് മാറ്റി വെക്കണം. ഈ ഒരു പലഹാരം നമ്മൾ വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത്. ഒട്ടി പിടിക്കാതിരിക്കാൻ കയ്യിലൊരു അല്പം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാവ് ഈസി ആയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴം ഇലയട റെഡി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണേ.